ഹായ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മഞ്ചാണ്. നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള മഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കിത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ മഞ്ച് ഉണ്ടാക്കിയെടുത്താലോ. ഫ്രൈ പാനിലാണ് അപ്പോൾ നമ്മൾ മഞ്ച് റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും എടുക്കുന്നുണ്ട്. കൂടെ നുള്ള് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മൈദയും ഉപ്പുമെല്ലാം നല്ല പോലെ മിക്സ് ആയതിന് ശേഷം നമുക്കതിലേക്ക് 2 മുട്ടയുടെ വെള്ളയാണ് അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും വേണം. എൻ്റെ അടുത്ത് ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പശുവിൻ നെയ്യാണ്, സാധാരണ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതും ചേർത്ത് നമുക്ക് നല്ല പോലെ ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ബട്ടറാണ് കേട്ടോ ഇത്തിരി ടേസ്റ്റ് കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ബട്ടർ എൻ്റെ കയ്യിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇതപ്പോൾ നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 തുള്ളി വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇത്തിരി കൂടി ലൂസാവാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പാലും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നമുക്കൊരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. നമ്മുടെ ബാറ്റർ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രിഡ്ജിൽ വെച്ച് 1/2 മണിക്കൂറോളം ഒന്ന് തണുപ്പിക്കാം. നമ്മുടെ മഞ്ച് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഗ്യാസ് ഓൺ ചെയ്യരുത്. നമ്മുടെ മാവ് പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ല പോലെ നല്ല തിന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം മാത്രം തീ ഓൺ ചെയ്യാമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്കിത് നിരത്തി എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല. നമുക്കിത് എത്രത്തോളം തിന്നാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം തന്നെ തിന്നാക്കി എടുക്കുക കേട്ടോ. നല്ല പോലെ നിരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിനുശേഷം ഇത് മൂടി വയ്ക്കാം. മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും പകുതി ബേക്കായിട്ടുണ്ടാവും. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ബേക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് മറിച്ചിടാം. ഇത് നമുക്ക് തിരിച്ച് മറിച്ചൊന്ന് 2 പ്രാവശ്യം ഇട്ടെടുക്കാം. അപ്പോഴേക്കും നല്ല പാകത്തിന് ബേക്കായിട്ടുണ്ടാവും. ഇതിപ്പോൾ കറക്റ്റായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ചൂടാറുമ്പോഴേക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചൂടാറാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒടിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മഞ്ചിൻ്റെ ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടി ഇതൊന്ന് സ്ക്വയർ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ആ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഞാൻ ആദ്യം ഒരെണ്ണം നല്ലപോലെ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തതാണ്. അത് ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ സൈഡിൽ നിന്നൊക്കെ അങ്ങോട്ട് ഒടിഞ്ഞു പോവും. അത് നോക്കിക്കോട്ടെ നിങ്ങൾ. കണ്ട ആ പെർഫെക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടില്ലാണ്ട് വരും. സൈഡൊക്കെ അടർന്ന് അങ്ങോട്ട് പോവും. കണ്ട ഇതുപോലെ വരും. അപ്പോൾ അതുകൊണ്ട് ചൂടാറാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ എല്ലാം അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് പീസ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അതും നമുക്ക് കളയണ്ട. അത് നമുക്ക് ചെറിയ മിഠായി പീസ് പോലെ ഉണ്ടാക്കിയെടുക്കാം. കണ്ട നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് കണ്ട, നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനിവിടെ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വൈറ്റ് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ. അതാണെങ്കിൽ കറക്റ്റ് മഞ്ചിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. ലെയർ പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ മഞ്ചിൻ്റെ ആ ഒരു ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി. ഇനി അതിന് മീതെ അടുത്ത ലെയർ വെച്ച് കൊടുത്തു. ഇതേപോലെ തന്നെ 4 ലെയർ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം 5ാമത്തെ ലെയർ ഏറ്റവും മീതെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് വെക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഫ്രീസറിൽ 5 മിനിറ്റ് വെച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് മഞ്ച് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരന്ന പാത്രത്തിൽ ആ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ആ മഞ്ച് ഈ ചോക്ലേറ്റിലിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ്.
ഇനി ഇത് നമുക്ക് ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ചോക്ലേറ്റ് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രഞ്ചി മഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ മഞ്ച് ഉണ്ടാക്കാൻ. എല്ലാവരും വീട്ടിലപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക്സ് മറക്കാതെ തന്നെ അറിയിക്കണം. ഇനി ഇതുപോലെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാ നല്ല അടിപൊളി ഉഷാറ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്